വീണ്ടും ഒരു മേജർ ടൂർണമെന്റിൽ വാട്ടർ ബോയായി മാത്രം ഒതുങ്ങാനാണോ സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ വിധി? ഇന്നലെയാണ് ഏഷ്യ കപ്പ് ടൂർണമെന്റിലേക്കുള്ള 15 അംഗ സ്ക്വാഡ് അജിത് തകാകറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രഖ്യാപിച്ചത്. ആ 15 അംഗ സ്ക്വാഡിൽ നിന്ന് സംഘത്തിന് മികച്ച നേട്ടം ശുഭ്മാൻ ഗിൽ എന്ന താരത്തെ ഉൾപ്പെടുത്തിയതാണ്. സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഗില്ലിന് സ്ക്വാഡിലെ സ്ഥാനത്തിന് വിരുദ്ധമായായിരുന്നു സെലക്ഷൻ കമ്മിറ്റി. എന്നാൽ സ്ഥാനം നൽകുക മാത്രമല്ല, വൈസ് ക്യാപ്റ്റൻ പദവി കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഈ സ്ഥാനക്കയറ്റം സഞ്ജു സാംസന്റെ ഏഷ്യ കപ്പ് കളിക്കുമെന്ന മോഹത്തിന് നേരെയുള്ള വാതിലടയ്ക്കുക മാത്രമാണ്. സഞ്ജു സാംസൺ എന്ന താരത്തിന് കഴിഞ്ഞ വർഷം ഒരു കാൽ പോലും പിഴച്ചിട്ടില്ല. ഇന്ത്യക്കായി ബാറ്റിംഗിൽ പല റെക്കോർഡുകളും അദ്ദേഹം തകർത്തു. 6 T20 മത്സരങ്ങൾക്കിടയിൽ 3 സെഞ്ചുറികൾ അദ്ദേഹം നേടി. എന്നാലും അദ്ദേഹത്തിന് ഈ ഏഷ്യ കപ്പിൽ പ്ലേയിങ് 11 സ്ഥാനമില്ല. ആ സെഞ്ചുറി നേടിയപ്പോൾ ഉയർത്തി പറഞ്ഞ പല മുൻനിര താരങ്ങളും ഇപ്പോൾ ഈ ടീം സെലക്ഷന് 100 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗിൽ നിന്നായാലും അജിത് തകാകറുടെ പേനയിലൂടെ ആയാലും സാംസന്റെ പ്ലേയിങ് 11ലേക്കുള്ള വിധി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു മുൻ താരം സൂചിപ്പിച്ചത്. ഓപ്പണിൽ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ വരുമ്പോൾ 3-ാം സ്ഥാനം തിലക് വർമ്മയ്ക്കായിരിക്കും. സഞ്ജുവിന് പ്ലേയിങ് 11ൽ സ്ഥാനം ലഭിക്കാതെ വന്നാൽ ജിതേഷ് ശർമ്മയാണ് അടുത്ത വിക്കറ്റ് കീപ്പർ പ്രയോറിറ്റി. കൂടാതെ സ്ക്വാഡ് അനൗൺസ്മെന്റ് വേളയിൽ പോലും സഞ്ജുവിന് മുൻപ് ജിതേഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് പരിഗണന നൽകി. ജിതേഷ് ശർമ്മ എന്ന താരം 5 മുതൽ 7 വരെ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യും എന്നതാണ് ഈ സാഹചര്യം അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നത്. സ്ക്വാഡ് പ്രഖ്യാപന വേളയിൽ അജിത് തകക്കർ സഞ്ജു സാംസനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഓപ്പണിംഗിൽ ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ താരങ്ങൾ അവൈലബിൾ അല്ലാത്തതിനാലാണ് സഞ്ജു സാംസനെ കളിപ്പിച്ചത്. പക്ഷേ സഞ്ജു സാംസൺ അവിടെയും കഴിവ് തെളിയിച്ചു. എന്നാലും അദ്ദേഹത്തിന് പ്ലേയിങ് 11ൽ സാധ്യത ലഭിക്കുക വളരെ കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ ഒരു മലയാളി താരം ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ട സന്തോഷത്തിന് ഒപ്പം അദ്ദേഹത്തിന്റെ വീഴ്ചയായി ഈ ടൂർണമെന്റ് മാറുമെന്നുള്ള ആശങ്കയുമാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും.